നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ലീഗ് കഴിഞ്ഞു. ബ്രസീലിയൻ ലീഗിൽ ബൂട്ടാഫോഗോ കിരീടം ചൂടി. ഇപ്പോൾ ഗ്ലോബോ, ബ്രസീലിലെ പ്രസിദ്ധമായിട്ടുള്ള മാധ്യമം, ഒരു പോള് നടത്തി. കഴിഞ്ഞ സീസണിൽ ബ്രസീലിയൻ ലീഗിൽ നടത്തിയ ഏറ്റവും മോശം സൈനിങ്ങുകൾ ഏതൊക്കെയാണ്? അതിൻ്റെ റിസൾട്ടാണ് ഞെട്ടിക്കുന്നത്. സൂപ്പർ താരങ്ങളുടെ പേരാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കാര്യം ശ്രദ്ധിക്കുക. ബ്രസീലിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരങ്ങളുടെ പേര് ഏറ്റവും മോശം സൈനിങ് ആയിട്ട് വരുന്നു. ഫിലിപ്പെ കുട്ടിഞ്ഞോ, അതുപോലെ തന്നെ ഡഗ്ലസ് കോസ്റ്റ, പിന്നെ ഡിയേഗോ കോസ്റ്റയുടെ പേരുമുണ്ട്. അത് ശ്രദ്ധിക്കുക. അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ സ്പെയിനിന് വേണ്ടിയിട്ടായിരുന്നു. ബ്രസീലിന് വേണ്ടി ഒരു കളിയാണ് കളിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം സ്പാനിഷ് ദേശീയ ടീമിലേക്ക് മാറി. സോ അദ്ദേഹത്തിൻ്റെ പേരടക്കം ഈ ഒരു ലിസ്റ്റിൽ വരുന്നത്. നമ്മൾ നോക്കുകയാണ് ഏതൊക്കെ താരങ്ങളുടെ പേരാണ് ഏറ്റവും മോശം സൈനിങ് ആയിട്ട് ഇപ്പോൾ ഗ്ലോബോയുടെ പോളിൽ വന്നിരിക്കുന്നത്. 15 താരങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. 15ാമത് വന്നത് ലൂക്കാസ് ഹാൽട്ടറാണ്. ബൂട്ടോഫാഗോയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. 14ാമത് നിക്കാവോ, അത്ലറ്റിക്കോയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. 13 പാവോൺ, അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത് ഗ്രമിയോ ആയിരുന്നു. 12 ഡിയേഗോ കോസ്റ്റ, അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നതും ഗ്രമിയോ ആയിരുന്നു. ദെൻ റെനാറ്റോ അഗസ്റ്റോ, മുൻ ബ്രസീലിയൻ സൂപ്പർ താരമാണ്. അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത് ഫ്ലുമിനൻസ് ആണ്. പിന്നെ വാലസ് ക്രുസേറോയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. അദ്ദേഹം 10ാമത് വരുന്നു. 9ാമത് ഓസ്കാർ റൊബേറോ, ബൂട്ടഫാഗയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. 8ാമത് ടെറാൻസ്, ഫ്ലുമിനൻസ് ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. പിന്നെ ലൂക്കാസ് അലാരിയോ, ഇൻ്റർനാസിയോണലാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. അതുപോലെ കായോ പൗലിസ്റ്റ, പാൽമിറാസ് ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. അദ്ദേഹമാണ് 6ാമതെങ്കിൽ ഫിലിപ്പെ ആൻഡേഴ്സൺ 5ാം സ്ഥാനത്ത്, പാൽമിറാസ് ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. 4ാം സ്ഥാനത്ത് ഫിലിപ്പെ കുട്ടീഞ്ഞോ, വാസ്കോയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും മോശം സൈനിങ്ങളിൽ 4ാമതാണ് അദ്ദേഹത്തിൻ്റെ പേര്. 3ാമത് ബെർണാഡാണ്, അത്ലറ്റിക്കോ MG ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. 2ാമത് പെഡ്രോ റൗളാണ്, കൊറിന്ത്യൻസ് ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. 1ാമത് ഡഗ്ലാസ് കോസ്റ്റ, ഫ്ലുമിനൻസ് ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു ലിസ്റ്റ് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. മുൻ സൂപ്പർ താരങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിലിപ്പോൾ മുമ്പ് ബ്രസീലിന് വേണ്ടി കളിച്ച താരങ്ങളുണ്ട്. അതുപോലെ തന്നെ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ച ലൂക്കാസ് അലാരിയോ ഉണ്ട്. സ്പാനിഷ് ടീമിന് വേണ്ടി കളിച്ച ഡിയേഗോ കോസ്റ്റയുണ്ട്. സോ പഴയ പ്രതാപം മങ്ങിക്കഴിയുമ്പോൾ ഈ സ്ഥിതിവിശേഷത്തിലേക്ക് ഇവർ മാറുന്നത് കാണുന്നത് നിരാശയാണ്. അതുപോലെ തന്നെ ലിറ്റിൽ മജീഷ്യൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ഫിലിപ്പെ കുട്ടിഞ്ഞോയെ എപ്പോഴും പിന്തുടരുന്നവരുണ്ടാവും. എന്നാൽ ഈ കണക്കുകൾ ബ്രസീലുകാർ തന്നെ വോട്ട് ചെയ്തതനുസരിച്ച് ഏറ്റവും മോശം സൈനിങ്ങുകളുടെ ലിസ്റ്റിൽ ടോപ്പ് 5 കുട്ടിഞ്ഞോ ഉണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.